മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികൾ ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് പരിഗണിക്കും. മുനമ്പം ഭൂമി വഖഫ് ഭൂമിയായി പ്രഖ്യാപിച്ച വഖഫ് ചോദ്യം ചെയ്ത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് ട്രിബ്യൂണലിന് മുന്നിൽ ഇന്ന് സംഭവിക്കാനിരിക്കുന്നത്? മുനമ്പത്തെ ജനതയെ സംബന്ധിച്ച് ഇന്നേറെ നിർണായകമായൊരു ദിവസമാണ്. കാരണം മുനമ്പം ഭൂമി കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് സമർപ്പിച്ചിരിക്കുന്ന അപ്പീൽ ഇന്ന് കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കും. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ ഫറൂഖ് കോളേജ് ട്രൈബ്യൂണലിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഒന്ന്, ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് വിറ്റ ഭൂമി 2019 അത് വഖഫായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ആ ഭൂമിയിൽ നിന്ന് നികുതി അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്നത് തടഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇപ്പോൾ കോഴിക്കോട്ടെ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഭൂമി ദാനമായി നൽകിയിരിക്കുന്ന സത്താർ സേട്ടിന്റെ മകൻ ഈ കേസിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിനൊപ്പം കക്ഷി ചേരും. മാത്രമല്ല, ഈ വഖഫ് സംരക്ഷണ സമിതിയും ഈ കേസിൽ കക്ഷി ചേരുന്നുണ്ട്. ഇവരുടെയൊക്കെ വാദം കേട്ടതിന് ശേഷമായിരിക്കും വഖഫ് ട്രൈബ്യൂണൽ ഒരു അന്തിമമായ ഒരു വിധി പറയുക. എന്തായാലും ഇന്ന് ഉച്ചയോടെയായിരിക്കും കേസ് പരിഗണിക്കുക. നമുക്ക് മുന്നിലുള്ളത് മുൻപ് വഖഫ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഇത്തരം കേസുകളുടെയൊക്കെ അവസ്ഥ പരിശോധിച്ചാൽ അതൊട്ടും ഗുണകരം ഇരയ്ക്ക് ഒപ്പമാകാത്ത ഒരു ആയിരുന്നില്ല. മാത്രമല്ല, ഈ വഖഫ് ട്രൈബ്യൂണൽ എല്ലാ കാലത്തും നിന്നിരുന്നത് ഈ വഖഫ് ബോർഡിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസ് അത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് അനുകൂലമായൊരു വിധി ഉണ്ടാകാൻ ഇടയില്ല. അത് വഖഫിന് ഒപ്പമാകാനാണ് സാധ്യത. എന്തായാലും ഇന്ന് ഉച്ചയോടെയായിരിക്കും ഈ കേസ് കോടതി പരിഗണിക്കുക. അതെ, ഇന്ന് ഉച്ചയോടെ ഈ കേസ് പരിഗണിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ തർക്കത്തിൽ നിരവധി ആളുകൾ സമരഭൂമിയിലുള്ള 55 ദിവസം പിന്നിടുകയാണ്. ആ സമയത്താണ് ഈ കേസ് വഖഫ് ട്രിബ്യൂണൽ, അതായത് എത്രയോ വർഷങ്ങളായി തലമുറകളായി അവരുടെ നികുതി അടച്ചികളൊക്കെയും ജീവിച്ചു പോകുന്ന ഒരിടത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോകൂ എന്ന് പറഞ്ഞാലത്തെ ഒരു അവസ്ഥ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 55 ദിവസങ്ങൾക്ക് വലിയ കരുത്തുണ്ട്. ആ സമരത്തിന് വലിയ ശക്തിയുണ്ട്. അവരുടെ പ്രതികരണത്തിന്, പ്രതിഷേധത്തിന്, പ്രക്ഷോഭങ്ങൾക്ക് വലിയ ആവേശമുണ്ട്. ജീവിക്കാനുള്ള അവകാശമാണ് അവർ ആവശ്യപ്പെടുന്നത്. സ്വന്തം മണ്ണിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവർ നടത്തുന്നത്.